എൻ്റെ ഹൃദയത്തിൽ കർത്താവ് അത് ഇന്ന് പ്രകാശിപ്പിച്ച ഒരു വാക്യഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to read to you a few verses that God has given me to share with you this evening. 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. 1 Chronicles chapter 5, the first 3 verses. The sons of Reuben, the firstborn of Israel. He was the firstborn, but when he defiled his father's marriage bed, his rights as firstborn were given to the sons of Joseph, sons of Israel. So he could not be listed in the genealogical record in accordance with his birthright. And though Judah was the strongest of his brothers, and a ruler came from him, the rights of the firstborn belonged to Joseph. The sons of Reuben, the firstborn of Israel, Hanoch, Palu, Hezron, and Carmi. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം ദൈവങ്ങളെ. Let's pray for a minute. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Let's all pray together. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ നിനക്ക് സ്തോത്രം. നീ എബനേസറായിരുന്നത് മാത്രമല്ല, നീ ഞങ്ങൾക്ക് യഹോവ ഇരയും കൂടെയാണ്. ഇനിയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം നിന്റെ ശക്തിയോട് ജനത്തെ അറിയിക്കണമേ. അത് നിന്നിൽ നിന്നുള്ള വചനമായി നിന്റെ ജനം സ്വീകരിപ്പാൻ നീ കൃപ നൽകണമേ. ഈ യുഗാന്ത വേളയിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഭയത്തോടെ ഒരുങ്ങുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ വായിച്ച ആ വാക്യം നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I hope that you have heard the verses we read. പലരും കേൾക്കുന്നെങ്കിലും ഗ്രഹിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. I know that many people hear, but they do not understand. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഞാൻ പലപ്പോഴും വായിച്ച് വിട്ടിരുന്ന ഒരു ഭാഗമാണ്. ഈ അടുത്ത സമയത്താണ് അത് വായിച്ചപ്പോൾ അതിന് ആഴിയേക്കാൾ ആഴമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. I do not blame you, but this is a portion that I have read many times in passing. But when I read it again recently, I knew that it has greater depths than the deepest places. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ ആ ജനസംഖ്യ, അവരുടെ സെൻസസ് എടുക്കുന്ന വിവരം അത് പ്രസ്താവിക്കുന്ന ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. We read to you from a portion where the Bible talks about a time when the census was being taken out of the tribes of Israel. യാക്കോബിന്റെ ആത്മീയ നാമമാണ് ഇസ്രായേൽ എന്നുള്ളത്. Jacob's spiritual name is Israel. ആ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ 12 പുത്രന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പ്രാവചനികമായി സംസാരിച്ചിട്ടുണ്ട്. In other words, about the 12 sons of Jacob or Israel, the Bible has spoken in prophetic language. മാനുഷികമായിട്ട് നമ്മൾ നോക്കിയാൽ അത് ഒരു പിതാവിന് ജനിക്കുന്ന ആദ്യ മകൻ, ഫസ്റ്റ് ബോൺ, മൂത്ത മകൻ എല്ലാ നിലയിലും മറ്റുള്ളവരുടെ ശ്രദ്ധയെ അത് ആകർഷിക്കുന്ന ഒരുത്തനാണ്. If you look at it from a human standpoint, the firstborn always takes the attention and a prominent place in the family of other members. അമേരിക്കയിലെ സംസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമാണ്. എന്നാൽ എബ്രായരുടെ സംസ്കാരവും മറ്റും അങ്ങനെ കലർപ്പുള്ള ഒരു സംസ്കാരമായിരുന്നില്ല. You know that the American culture is a mixture of different cultures, but the Israelite culture was not a mixture, it was pure in itself. പ്രത്യേകിച്ച് സെമിറ്റിക് വർഗ്ഗക്കാരുടെ ആ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിരുന്നു. Especially when you look at the Semitic tribes and the group of people, they had a unique culture for themselves. ശേമിന്റെ വംശപരമ്പരയാണ് സെമിറ്റിക് വർഗ്ഗക്കാരെന്ന് പറയുന്നത്. And the people who are called the Semitic people are the descendants of Shem. ആ ശേമ്യ വംശത്തിൽ നിന്നാണ് അബ്രഹാമും ഒക്കെ അത് മുമ്പോട്ട് വന്നത് എന്ന് നമുക്കറിയാമല്ലോ. It is from the same group that Abraham and people like him had come forward. അവരുടെ ആ സംസ്കാരത്തിൽ ഒരു ഭാഗം, അവരുടെ വീട്ടിലൊരു മകൻ ജനിച്ചാൽ ആദ്യം ജനിക്കുന്ന മകൻ എന്നുള്ള നിലയ്ക്ക് അവന് പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു. In their culture, the firstborn had special privileges. നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ സംസ്കാരം നമുക്കൊക്കെ അറിയാം. And most of us know about our culture from back home in Kerala, India. അത് സെമിറ്റിക് സംസ്കാരത്തിന് ഒരു അല്പം വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. And I have thought about it as something different from the culture of the Israelites. മൂത്ത മകനായിട്ട് ഒരുത്തൻ ജനിക്കുകയാണെങ്കിൽ വീട് പുലർത്താനും കഷ്ടപ്പെടാനുമുള്ള ചുമതല മുഴുവൻ അവന് കൊടുക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ ചെയ്യുന്നത്. And what happens in India is the firstborn is entrusted with the responsibility of taking care of the family, going and finding a job and feeding the youngsters, the younger ones. കഴിയുമെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് കഷ്ടപ്പെട്ട് ഇളയ സഹോദരങ്ങളെ കൂടി പുലർത്തിക്കൊണ്ട് വരിക എന്നുള്ള ദൗത്യമാണ് അവന്റെ തോളിൽ ഇട്ടുകൊടുക്കുന്നത്. The responsibility entrusted on his shoulders is to work hard and toil with his father and look after his siblings and everybody else in the family. കേരളത്തിലെ ഒരു പ്രത്യേക സംസ്കാരം ഞാൻ ഓർക്കുന്നു. I also remember a special unique culture from Kerala. പല മക്കൾ ഉണ്ടെങ്കിൽ അതിൽ ആ വീടും അതിന്റെ അവകാശങ്ങളും ഒക്കെ ആ ഇളയ മകന് കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. And we have a tradition where
in a family where there are many children, the youngest in the family gets the ancestral property and the ancestral home. ഒരു വസ്തുത അറിയാൻ വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. And I just shared this with you to talk about a point. ഏതായാലും ഈ ഒന്നാമനായി ജനിക്കുന്ന ഈ മൂത്ത മകന് ഒരു പ്രത്യേക അവകാശവും ഒരു പ്രത്യേക അധികാരവും ഒക്കെ ഈ സെമിറ്റിക് വർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. Amongst these Semitic people, there was a special way of giving the firstborn rights and privileges. ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബും ഏശാവും തമ്മിലുള്ളതായ ആ ഡയലോഗ് വായിച്ചാൽ മതി. And to understand this concept very clearly, read from the scriptures about the conversation that Jacob and Esau, his brother, had. വളരെ ബുദ്ധിമാനായ യാക്കോബ്, ഈ ചിലർ പറയുന്നത് എനിക്കറിയില്ല, ഇങ്ങനെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ആരോഗ്യം പൊതുവെ കുറവുള്ളവർ ചെറുപ്പം മുതലേ ബുദ്ധി കൂടുതലുള്ളവരായിട്ടാണ്. I've heard some people say that if you're weak in your body, physically if you're weak in your childhood, and when you grow up, you will be wise as an intellectual person. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. It does not mean that it has to be that way always. ഏശാവിന് നല്ല ബലിഷ്ഠമായ ശരീരമുണ്ട്. Esau was a very strong man physically. എന്നാൽ അതിന് തക്കവണ്ണം തലയ്ക്കകത്ത് ചോറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. I did not think, according to his physique, he had enough brains. Praise the Lord. യാക്കോബിന് ആരോഗ്യം വളരെ കുറവാണ്. But Jacob was a man who was not physically strong and big enough. സാധുശീലനും കൂടാരവാസിയും ഒക്കെയാണെന്നാ പറയുന്നത്. And the Bible says that he had a good character and he was a man who lived in a tent. മറ്റവന് ഉണ്ടായ നാൾ മുതൽ ഔട്ട്ഡോർ ആണ്. അവൻ വീട്ടിലിരിക്കാൻ നേരമില്ല, വനവാസിയായിട്ട് ഇങ്ങനെ നടക്കുക. And ever since the other man was born, Esau, he was an outsider. He always lived outside his home and he was traveling in the forest and the wilderness. ഏശാവിന് എങ്ങനെയെങ്കിലും അന്നത്തേടം നല്ല കുശാലായിട്ട് കഴിച്ചു കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. And all that he wanted was to have good food each day. He was a hunter. എന്നാൽ യാക്കോബ് ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരുത്തനാണ്. But Jacob was a man who thought about his future. ഒരു ദിവസം അവർ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. And we read from the scriptures about a conversation they had one day. ഈ അനുജന് നന്നായിട്ട് അറിയാൻ ചേട്ടനൊരു തീറ്റിപ്രിയനാണ്. The younger brother knew that his older brother was very fond of good food. അതുകൊണ്ട് ഈ കൊതിയനെ ആകർഷിക്കാനായിട്ട് ഒരു ദിവസം അവൻ കയറി വരുന്ന ആ വഴിയിൽ ഇരുന്ന് നല്ല പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. And therefore, one day, in order to entertain his greedy brother, he prepared some porridge and he kept it on his way while he was coming back. ഈ പട്ടണപ്രിയൻ ഇങ്ങോട്ട് വന്ന വഴി തന്നെ ഇത് നോക്കി ചുവന്ന പായസം കണ്ട് കൊതി ഊറിയിട്ട് അത് യാക്കോബിനോട് ചോദിച്ചു, എനിക്കും അല്പം തരാമോ? This man who was greedy, when he came, he saw his younger brother having this porridge and he looked at it and said, would you give me some of that? ഉടനെ അവന്റെ മറുപടി ഒരു മറുചോദ്യം. His response was another question. എനിക്ക് എന്ത് തരാം? What will you give me in return? എന്ത് വേണം? What do you need? ജ്യേഷ്ഠാവകാശം തരാമോ? Can you give me the rights of the firstborn? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, സഹോദരന്മാരോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നെങ്കിലും പറയും. I'm sure that if any of you brothers or sisters were asked this question, you would probably say, give me a second, let me think about it. ഇവന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും. But he did not have to think. അവൻ പറയാം, എനിക്കെന്നാ ചേട്ടാ. He instantly said, what am I going to do with this rights of the firstborn? അപ്പോഴേ ഈ ചെറുപ്പക്കാരൻ ചിരിക്കാൻ തുടങ്ങി അവന്റെ ഉള്ളിൽ. Immediately this young man Jacob started to laugh within himself. ഇത് മുഴുവൻ തരാനാ അവൻ തയ്യാറാണ്. He is willing to give up all his rights. Praise the Lord. വെറുതെ പറഞ്ഞാൽ പോലെ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. He said it's not enough that you just make a comment, but you have to promise that you will give me the rights. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ അവിടെ നടന്നു. Therefore he promised to his brother. ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ സത്യപ്രതിജ്ഞകൾ നടക്കുന്നു. In this world today there are many places where people promise things. സാപ്പാടിന് വേണ്ടി സത്യപ്രതിജ്ഞ നടക്കുന്നു. And this man, even for the sake of food, promised. Praise the Lord. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ യാക്കോബ് സന്തോഷിച്ചു. After his promise, Jacob was happy. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ആ ജ്യേഷ്ഠാവകാശത്തെ അവൻ സത്യം ചെയ്ത് ഉപേക്ഷിച്ചു. Therefore, that which was very important in God's sight, he under a promise, under an oath, gave it to his brother. അതുമുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ യാക്കോബ് ജ്യേഷ്ഠനും ഏശാവ് അനുജനുമായി തീർന്നു. Since that day in God's presence, Jacob became the older brother and Esau became the younger one. ജനിച്ചത് ഏശാവാണ് ആദ്യമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അതേ തത്വപരമായി ദൈവം ജ്യേഷ്ഠനായി കണക്കാക്കിയത് യാക്കോബിനെയാണ്. Though Esau was the firstborn, in God's presence, conceptually, he was the second child and Jacob was the firstborn. ഇതാ തലമുറകൾ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. And generations passed by. ഈ കൊച്ച് യാക്കോബ് വളർന്നു വലിയവനായി തീർന്നു. This young man Jacob grew to be a big man. അവന് 12 മക്കൾ ജനിച്ചു. And to him was born 12 sons. ഒരു മകൻ ജനിച്ചു.
and also a daughter. Praise the Lord. Praise the Lord. അവന്റെ 12 മക്കളുടെ പേര് ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെയും കാണാൻ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. And I think that most of the young children here would know the names of the 12 tribes. അവരുടെ പേര് ഒന്ന് ചൊല്ലാൻ പറഞ്ഞാല് ഒറ്റയടിക്ക് ചൊല്ലും. ആദ്യം എല്ലാവരും ചൊല്ലുന്നത് രൂപേൻ 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 എന്നാണ്. And if I ask you to repeat those names, all of you would be able to tell that. And the first name would be Reuben. ഗോത്ര സംഖ്യ എടുക്കുമ്പോഴാണെങ്കിലും രൂപേൻ ഗോത്രത്തിന്റെ സംഖ്യയാണ് ആദ്യം എടുക്കുന്നത്. Even when they were counting the number of people taking the census, the tribe of Reuben were the first to be counted. അങ്ങനെ 12 ഗോത്രങ്ങളുടെ സെൻസസ് എടുത്ത വിവരം അത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എഴുതി ചേർത്തതായ സമയത്ത്, at the time when the Holy Spirit added the facts about the census in the book of Chronicles, ഒരു പ്രത്യേക കമന്റ്, ഒരു പ്രത്യേക പരാമർശനം അവിടെ ചെയ്തതായി നമ്മൾ വായിച്ചു. we read that the Bible makes a special comment. രൂബേന്റെ പുത്രന്മാർ, the sons of Reuben. രൂബേ അവനല്ലോ ആദ്യജാതൻ. Reuben, the firstborn of Israel. എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അത് യാതൊരു തർക്കവുമില്ല, അവൻ തന്നെയാണ് ആദ്യജാതൻ. In other words, it's a fact that even God has acknowledged that he is truly the firstborn. Praise the Lord. Praise the Lord. ലോകത്തിന്റെ അറിവിൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആ വീട്ടിൽ ആദ്യം ജനിച്ച സന്തതി രൂപനാണ്. In the knowledge and in the sight of the world, the firstborn is Reuben. അതുകൊണ്ട് അവൻ ആദ്യജാതനാണെന്നുള്ളതിനെ ദൈവം പോലും എതിർക്കുന്നില്ല. Even God does not oppose the fact that he is the firstborn. എന്നാൽ അതിന്റെ താഴെ നമ്മൾ എന്ത് വായിക്കുന്നു? But in the subsequent verses, what do we read? എന്നാൽ അവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് ദൈവം വേറെ ഒരുത്തന് കൊടുത്തു. But God took the rights of his firstborn and gave it to someone else. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത്. That was something that I thought was very strange. Praise the Lord. Praise the Lord. ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കറിയാം, എന്നെക്കാൾ കൂടുതൽ അറിയാം. അതിന്റെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ അടുത്ത ആളിനാണ് അടുത്ത അതിന്റെ പദവി കിട്ടുന്നത്. All of you who work in different organizations know that when the senior most person leaves, the next in line, the one that's immediately junior to the person, gets that position. അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പ്രസിഡന്റ് കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ ലീഗലായിട്ട് അതേ വൈസ് പ്രസിഡന്റിനാണ് അടുത്ത അധികാരം കിട്ടുവാൻ അതേ സാധ്യതയുള്ളൂ. You also know how when a president while in the office leaves for some reason, the vice president immediately takes over. എന്നാൽ രൂപന്റെ ആദ്യജാതൻ എന്നുള്ള പദവി എന്തെങ്കിലും കാരണമാകട്ടെ അത് എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ശിമയോന് കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായില്ല. Whatever be the reasons, when the rights of the firstborn were taken away from Reuben, God did not decide to give it to the second person, Simeon. അല്ലെങ്കിൽ ലേവിക്ക് കൊടുക്കാമെന്ന് വെച്ചില്ല. Nor did he think he needs to give it to Levi. യഹൂദായ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചില്ല. He did not decide to give it to Judah. ഈ മൂത്തവന്റെ കയ്യിൽ നിന്ന് ഈ ജ്യേഷ്ഠാവകാശം എടുത്തിട്ട്, after taking the rights of the firstborn from the oldest, അത് ഈ 12 മക്കളുടെ മുമ്പിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. the Holy Spirit took the rights of the firstborn before each of the 12 people. അത് ഒരുത്തന്റെ തലയിൽ കൊണ്ട് ഈ ജ്യേഷ്ഠാവകാശം വെച്ചു. And finally he came to one person and laid the rights of the firstborn on his head. അതാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്. And that is one thing that made me think a lot from the Bible. രൂപേന്റെ ജ്യേഷ്ഠാവകാശം ദൈവം എടുത്തിട്ട്, praise the Lord, അത് യൗസേപ്പിന് നൽകിയെന്നാണ് ദൈവവചനം പറയുന്നത്. The Bible tells us very clearly that God took the rights of the firstborn from Reuben and was pleased to give it to Joseph. അതെന്താണ് കർത്താവ് അങ്ങനെ ചെയ്തത്? Why did the Lord do that? അത് മനസ്സിലാകണമെങ്കിൽ രൂപേന്റെ പാപം, അവന്റെ അയോഗ്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. In order to understand that, you must know why Reuben was disqualified. What was his sin? അമേരിക്ക പോലുള്ള രാജ്യത്ത് അതെന്താണെന്നുള്ളത് വച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാമെങ്കിലും എന്റെ സംസ്കാരം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നു. In a country like America, it's okay to openly and publicly tell you what his sin was. But my culture does not allow me to do that, so I would not get into that. Praise the Lord. Praise the Lord. Adultery ആണ് അവന്റെ പാപം. In summary, it was adultery that was his sin. Praise the Lord. Praise the Lord. അവന്റെ പിതാവിന്റെ ഒരു ഭാര്യയെ അവിഹിതമായി ഭാര്യയാക്കിയതാണ് ഇവന്റെ പാപം. He had made his father's wife to be his wife, and that was a sin he'd committed. ഈ ചില പാപങ്ങളെ കുറിച്ചൊക്കെ പൗലോസ്ലീഹയൊക്കെ പറയുമ്പോൾ പൗലോസ്ലീഹ അത്ഭുതം കൂടിയിട്ട് പറയുന്നത് എങ്ങനെയാണ്? അയ്യോ, ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത പാപമാണ്. When Paul talks about some of the sins, he says, oh, how bad these sins are. These are not even sins that are found amongst the Gentiles. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. രൂപേൻ ആദ്യജാതനാണെന്ന് ലോകമെല്ലാം അറിഞ്ഞു.
ലോകത്തിന്റെ ബുക്കിൽ അങ്ങനെയാണ്, എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ അവനെ അന്ത്യജാതനാക്കിയിരിക്കുന്നു. The entire world saw Reuben to be the firstborn, and the entire world knew it that way. But in the books of God, it was different. ഈ നമ്മുടെ ഈ ഇടയിലൊക്കെ പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് എനിക്ക് പരിചയമുണ്ട്, ഞാനങ്ങ് പറയുകയാണ്, ഈ കേരളത്തിലൊക്കെ ഈ കുടുംബ ചരിത്രങ്ങൾ എഴുതാറുണ്ട്. There are family histories of families written in different parts of the world, and even in India they do that. അപ്പോ ഒരു അപ്പന് ആദ്യം ജനിക്കുന്ന ആളിന്റെ പേര് അവിടെ എഴുതും. The firstborn's name would be written first in the history of the family. അങ്ങനെയുള്ള കുടുംബ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം. And many of you who may have read such historical books know about that. അയാൾക്കുണ്ടായ മക്കളുടെ എല്ലാം പേര് അടുത്ത ഭാഗത്തിലാണ്. And then following that would be his sons or his children. അവർ ജനിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ അവിടെ ഇട്ടിരിക്കുകയാണ്. For the only reason that they were born into that family, their names have been included in the history of the family. അതേ സമയത്ത് തന്നെ ഈ ഫാമിലി ട്രീ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താലുണ്ടല്ലോ, ഇതിൽ ഒത്തിരി എണ്ണം ദൈവം വെട്ടിക്കൂടുന്നു. At the same time, if you were to give this family tree and all these names to God, He would score out many of those names. ജനിച്ചവരുടെ എല്ലാം പേര് നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ദൈവം വീണ്ടും ജനിച്ചവരുടെ പേര് മാത്രമാണ് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. Oh, hallelujah. When most of us would want to add the names of people who were merely born into families, our God will only write your name in the book if you are born again. ഈ Hallelujah. ലോകം അതിന്റെ പുസ്തകത്തില് മദ്യപാനിയുടെയും വ്യഭിചാരിയുടെയും വെറുക്കൂത്തുകാരന്റെയും കലഹപ്രിയന്റെയും എല്ലാം പേരുകൾ എഴുതുമ്പോൾ ദൈവം തന്റെ പുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ പേരുകൾ മാത്രമാണ് എഴുതുന്നത്. When this world will include the name of evildoers and wicked people in their histories and in their books, our God will only write the names of those people who are born again. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഞാൻ പഠിച്ചതിന്റെ കുറവാണോ എനിക്കറിയില്ല. I do not know if it is because of lack of education. ഇനി ഒത്തിരി പഠിക്കാനുണ്ട്. There are many more things that I have to learn. Praise the Lord. Praise the Lord. എന്നാൽ പഠിച്ചിടത്തോളം കൊണ്ട് പറയാം, But as far as I have learned, ഈ പാപത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. I know it's not right to classify sin. എന്നാലും ഞാൻ അതിനൊക്കെ തയ്യാറാകുകയാണ്. But yet I'm going to dare to do that. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ പോവുകയാണ്. If you ask me which is the greatest sin, I'm going to tell you that. ഓക്കെ, എന്റെ സ്വന്തം നിഗമനമാണ് കേട്ടോ. These are all my own imaginations. ശരി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ഇവിടുന്ന് വ്യാഴാഴ്ച പോകുന്നതിന് മുമ്പേ എന്നെ അത് പറഞ്ഞു മനസ്സിലായി. And if you know what the truth is different than my thinking, please let me know before I leave Dallas on Thursday. Praise the Lord. Praise the Lord. ഞാൻ തുറന്ന് പറയാം. And I'm going to openly state that. യാതൊരു വസ്ത്രവും ധരിക്കാതെ ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ അവർക്ക് നാണം തോന്നിയില്ലെന്ന് അവരെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. The Bible says that when Adam and Eve were naked, they did not feel anything wrong. Praise the Lord. എന്തുകൊണ്ട്? Why is it? ഞാൻ വിശ്വസിക്കുന്നു അവര് നഗ്നരല്ലായിരുന്നത് കൊണ്ടാണ്. I believe because they were not naked. അവർ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരുന്നു. They had put on the outfit of glory, the dress of glory. Praise the Lord. Hallelujah. എന്നാൽ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അവർക്ക് അനുഭവപ്പെട്ടത് നഗ്നതാബോധമാണ്. But after they sinned and after they disobeyed God, the first thing that they were aware was that they're naked. Praise the Lord. Praise the Lord. സാത്താന്റെ ഏറ്റവും ശക്തിയേറിയ ആയുധം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, പെർവേർട്ടഡ് സെക്സ് ആണ്, ദൂഷിച്ച സെക്സ് ആണ് സാത്താന്റെ ഏറ്റവും വലിയ ആയുധം. The strongest weapon that Satan uses is nothing but perverted sex. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ കാണാം. If you go into the book of Genesis chapter 6, you can read about it. ഞാൻ ചുരുക്കി പറയാം. Let me tell it to you in a nutshell. ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ഭൂമിയിൽ വർദ്ധിച്ചു പെരുകി. The man that God had created increased in numbers in the world. വർദ്ധിച്ചു പെരുകി. They increased in numbers. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചവരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഭാര്യമാരായിട്ട് എടുത്തു. Each one according to his own desire found beautiful women and accepted them as their wives. ആദ്യത്തെ വിവാഹം മനുഷ്യന് ബോധിച്ചിട്ടല്ല നടത്തിയത്, ദൈവത്തിന് ബോധിച്ചിട്ടാണ് നടത്തിയത്. The first marriage did not take place according to man's desire and wishes, but according to God's purpose and his plan and his wish. ദൈവത്തിന് ബോധിച്ചത് ആദാമിനും ബോധിക്കുകയാണ് ചെയ്തത്. And that which was acceptable to God was acceptable to Adam. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് ബോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ബോധിച്ചിരിക്കുന്നു എന്നാണ്. But when you come to the 6th chapter, they were not concerned about God's acceptance, but they were concerned about what was pleasing to them. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ it is pleased with us എന്ന്, അല്ല pleasure എന്നുള്ള വാക്കാണ് അതിന്റെ മൂലഭാഷയിൽ കിടക്കുന്നത്. In the original language in which the Bible was written, the word that is used is pleasure. ഞങ്ങൾക്ക് കല്യാണം ഒരു കോൺട്രാക്ട് അല്ല, കല്യാണം ഒരു ബന്ധമല്ല, കല്യാണം ഒരു രസമാണ്.
Marriage is not a contract, it is not a relationship, but it is what we like. ഞാൻ ചിലപ്പോൾ പറയാനുണ്ട്, ദൈവം തമ്പുരാൻ മര്യാദക്കാണെങ്കിൽ ഭയങ്കര മര്യാദക്കാരൻ. If God is a right, just God, He's a great and a right God. എന്റെ സ്ഥലം കാനം എന്ന് പറയും, കാനം. My place is called the Kanam. ഞങ്ങളുടെ അടുത്തൊരു ഭ്രാന്തനായ ഒരു മനുഷ്യന് കുറച്ചാളിങ്ങനെ നടന്നേച്ച് അടുത്ത കാലത്ത് മരിച്ചത്. There was a man who was mentally sick in our neighborhood in India, and he died recently. ഈ ഭ്രാന്തന്മാരൊക്കെ നടക്കുമ്പോൾ വല്ലതും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ. You know how these mentally sick people, when they walk around, they speak. ഇയാൾ പോകുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കുകളിൽ ഒരെണ്ണം ഇതാണ്. These were some of the words that he would always say to himself while he was going around. And this is how he says that. ദൈവം തമ്പുരാനെയും ഭ്രാന്തനാനെയും പേടിച്ചോളാം. God is also a mad elephant. He says that you must be afraid of these two people. You know what he means? If God is angry, then there is no way you can stand before him. And the same thing, the crazy words that this mentally sick man said have been written in the Bible. And this is how it says. Those people who forget the Lord, remember, I will tear you into pieces, and there will be no one to deliver you. Praise the Lord. And I am a person that believes that. If God becomes your enemy, there will be no one to stay with you on your side. The other side of it. If God be on with us, then there will be no enemies against us. Praise the Lord. When they saw this generation throwing away God's words and instructions and going about, what did God say? My spirit will not speak and deal with this generation anymore. Praise the Lord. Praise the Lord. They are nothing but a flesh. Is there a word in the Bible? It says they are nothing but flesh. I will decrease their lifetime. And following that, God sent a great flood into this world. ഉദ്ധരിച്ചിട്ട് മനുഷ്യപുത്രന്റെ കാലത്തോട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പ്രസ്താവിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. I hope you will remember our Lord. He had reminded us about the times of Noah and Lot and reminded us about something that's to happen. നോഹയുടെ കാലത്ത് മനുഷ്യർ അഹങ്കാരികളായിരുന്നു എന്നുള്ളത് ശരിയാണ്. It is true that during the time of Noah, people were boastful, people were arrogant. ലോത്തിന്റെ കാലത്തും മനുഷ്യർ അഹങ്കാരികളായിരുന്നു. And it also happened during the times of Lot. എന്നാൽ അഹങ്കാരത്തെക്കാളും ഈ കാലഘട്ടങ്ങളിൽ തല ഉയർത്തി നിന്നത് അത് ഇമ്മൊറാലിറ്റി ആയിരുന്നു. But it was immorality that was rampant amongst these times much more than their arrogance. നിങ്ങൾ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം അത് അതിഭയങ്കരമായി ശിക്ഷിക്കുന്ന ഒരു പാപമാണ് അത് ദുർനടപ്പെന്ന് പറയുന്നത്. You must understand that God looks at it and takes it very seriously. Evil ways and immorality. യെരിഹോ എന്ന് പറയുന്ന ആ പട്ടണം അത് ദൈവം ശപിച്ചതാണെങ്കിലും ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു അതുവഴിയായി ചെന്ന് അവിടുത്തെ ശാപം നീക്കുവാൻ ശ്രമിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. Though Jericho was a city that was cursed, there was a time when Jesus Christ passed by and tried to remove the curse of the land. എന്നാൽ സൊദോം ഗൊമോറയായിരുന്നതായ സ്ഥലത്തെ ശുദ്ധീകരിക്കുവാൻ അതിനെ പുനർനിർമ്മിക്കുവാൻ ദൈവം അതുവഴി കടന്നുപോയതായിട്ട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. But I never read that God had ever gone through Sodom and Gomorrah and tried to clean up those cities. വേദനയോടെ ഞാൻ പറയുന്നത്. With great pain, let me state this. ഒരു കുടുംബമായാലും ഒരു സഭയായാലും ദുർനടപ്പാതിരിക്കുന്നതായ ഒരു സാഹചര്യത്തേക്കാൾ നീങ്ങിയാൽ അതിന്റെ ശിക്ഷ അതിഭയങ്കരമായിരിക്കും. Whether it be a family or whether it be a church, if you walk in immoral ways, God's punishments will come upon you in a heavy way. Praise the Lord. Praise the Lord. രൂബേനേ നീ ശ്രേഷ്ഠനാണ്. Reuben, you are noble. രൂബേനെ കുറിച്ച് വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് നീ ഒരിക്കലും ശ്രേഷ്ഠനാകരുത്. In another portion it says you will never be a noble person. എന്താ കാരണം? Do you know why it says that? നീ വെള്ളം പോലെ തുളുമ്പുന്നു. You are one that will overflow like water.
wavering like water. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഈ നമ്മുടെ ആളുകൾക്കൊക്കെ ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ആഗ്രഹം. Many of us want to be sanctified in God's presence. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് സൃഷ്ടിച്ചു തരണം. David once prayed to God and said, create in me a clean heart, O God. അപ്പൊ തന്റെ മനസ്സിലൊരു ചിന്ത വന്നു. Then a thought came into his mind. ഞാനിപ്പോ ഇന്ന് നിർമ്മലത പ്രാപിച്ചിട്ട് നാളെ അങ്ങോട്ട് പോകുന്നു, ബെത്ശേബയുടെ സ്ഥാനത്ത് വേറെ ഒരു സ്ത്രീയെ കാണുമെങ്കിൽ അന്നേരം പിന്നെ അതിന്റെ പറയാൻ പോകും. Then he thought to himself, well, I am going to have a clean heart today, but tomorrow while I'm going on, if I find another woman instead of Bathsheba, will I not go after her? Then I have to probably kill her husband to make her my wife. So there are two things that I need from God's presence. I need two things. Lord, create in me a clean heart and renew a right spirit within me. Many people have argued with me that the right spirit they're talking about is the Holy Spirit, and they say so because they have not learned the Bible well. And I know that the Holy Spirit is the right spirit without any doubt. സ്ഥിരമായ ഒരു ആത്മാവിനെ പറയുന്നത്, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവിനെ സ്ഥിരപ്പെടുത്തണമേ എന്നാണ് ആവശ്യപ്പെടുന്നത്. In other words, he says, renew a right spirit within me, which means make my spirit stable. പരിശുദ്ധാത്മാവിന്റെ കാര്യം അതിന്റെ താഴെയുണ്ട്. And the Holy Spirit, it talks about in the following verse. Do not take away your Holy Spirit from me. Many of you, some of you may know that I was an Orthodox priest. And I am well versed with many Syrian songs and prayers. There was a man who lived in the 4th century by name Mar Ephraim. There is a song that he had written which we would chant during our services. It's written in the old Malayalam language, so many of you may not know the meaning. He has painted the picture of a saint that is unstable. And this is how the song goes. And this saint is asking a question to an unstable person. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നീ നാഴിക 40 വട്ടം അനുഭവിക്കുകയും ചെയ്യും, 41 വട്ടം പിന്നെയും പാപം ചെയ്യുകയും ചെയ്യും. നിന്റെ നമസ്കാരവും പ്രാർത്ഥനയും കേൾക്കാൻ എവിടെയാ ദൈവം ഇരിക്കുന്നത്? And the meaning of the song is, each hour you would repent 40 times, and then you will sin again 41 times. Does God have time to listen to your repentance and your prayers? ഈ കത്തോലിക്കാ സഭയില് ഈ കുമ്പസാരക്കൂടിന്റെ അടുത്ത് ചെന്ന് കുമ്പസാരിച്ചേച്ച് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന ആള് ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്. In the Catholic Church, there are people who go for confessions, and after their confessions, there is a prayer that they have to pray. അപ്പൊ പട്ടക്കാരന്റെ കയ്യിൽ നിന്ന് പാപമോചനം കിട്ടിയെന്നുള്ള സങ്കല്പത്തിലാണ് ഇയാൾ എഴുന്നേറ്റ് വരുന്നത്. And he is going out from there under the assumption that his sins have been forgiven after his confession. അപ്പൊ ആ വ്യക്തി അവിടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. Then he would stand up there and pray this prayer. അത് ഒരു പഴയ മലയാളമാണ്. That's also in old Malayalam. അതിൽ പ്രസക്ത വാക്യം മാത്രം പറയാം. And let me just say a few words from that. വല്ലൊരു പാപം ചെയ്യുന്നതിന് മുമ്പേ മരിപ്പാൻ ആയസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ എനിക്ക് പാപമോചനം കിട്ടി, ഞാൻ ശുദ്ധമായിരിക്കുന്നു, ഇനി ഒരു പുത്തൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ പരുവത്തിനൊക്കെ ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. The summary of that prayer is, all the sins that I have done until this moment have been forgiven, and before I commit another sin, I would like to die right now. ഏതായാലും ഒരു കാര്യം തൃപ്തമാണ്. One thing is for sure. നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. മാനസാന്തരം ഒരു തുടർക്കഥയായി, അതൊരു നിരന്തര അനുഭവമായി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. It is not enough that you have been reborn and saved once, but it is a continual experience that you have to have every day of your life. ഒരു മനുഷ്യൻ കുളിച്ചിട്ട് തിരികെ പാപത്തിലേക്ക് പോയാൽ, മാനസാന്തരപ്പെട്ടിട്ട് പാപത്തിലേക്ക് പോയാൽ, അവനെ കുളിച്ചിട്ട് ചെളിയിലേക്ക് തിരിയുന്ന പന്നിയോടാണ് പത്രോസ് കോപിച്ച് സംസാരിച്ചിരിക്കുന്നത്. When Peter talks about a man who is born again and saved and how he goes back to his old ways, he compares him to a pig or a swine that goes back into the dirt. അതേസമയം തന്നെ നായോട് ഉപമിച്ചിരിക്കുന്നത് എന്താന്ന് പറയാം. At the same time, do you know what has been compared in the Bible to a dog? പറയാൻ തന്നെ എനിക്ക് I even
I'm hesitant to even say that. ചെളിയിൽ ഉരുളുന്ന കാര്യം പിന്നെ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. It's okay even if I speak about rolling in the dirt. മറ്റേത് വോമിറ്റ് ചെയ്ത സാധനം തന്നെ പിന്നെയും ആഹാരമാക്കുക. In other words, it talks about a dog as an animal that would eat its own vomit. ഈ പത്രോസ് പറഞ്ഞ ഈ രണ്ട് ഉപമാനങ്ങൾ എന്താണെന്ന് എനിക്ക് ഒരു സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു. There was a time in my life when I did not understand the comparisons that Peter was trying to draw. ഞാൻ അതുകൊണ്ട് ദേവദാസനോട് ഒരിക്കലും അതിനെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹം എനിക്ക് അതിനെ ക്ലിയർ ആക്കി തന്നു. I went and asked a knowledgeable servant of God and he cleared that to me. ഈ പന്നി ചെളിയിലേക്ക് പോകുന്നത് ഒരു മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് അശുദ്ധിയിലേക്ക് പോകുന്നതിന്റെ കാര്യമാണ്. When the Bible talks about a pig going back into the dirt, it compares that to a born-again person going back into his old sinful ways. എന്നാൽ ഒരു നായ അതിന്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞതായ മാലിന്യങ്ങൾ തിരികെ എടുക്കുന്നത് തെറ്റായ ഉപദേശങ്ങളെ നമ്മൾ ഒരിക്കൽ തള്ളിക്കളഞ്ഞിട്ട് അതിനെ തെറ്റായ ഉപദേശങ്ങളെ പിന്നെ തിരികെ എടുക്കുന്നതിനെയാണ് ഈ നായയുടെ ഈ ഉദാഹരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ദാസൻ പറഞ്ഞു. The servant of God told me that the comparison to the dog means when a dog eats its own vomit, that is like a believer who had rejected the false doctrines and wrong teachings at one time from a different church and had now taken them back again. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളോടാണ് യാത്ര പറയേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപങ്ങൾ. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിന്റെ ചുവട് വെട്ടുന്നതായിട്ടുള്ള അശുദ്ധ ഉപദേശങ്ങൾ. ഇതിനെ രണ്ടിനെയും നമ്മൾ സത്യം ചെയ്ത് ഉപേക്ഷിക്കണം. ഒരിക്കലും അതിനെ തിരികെ എടുക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. When we are born again, when we are saved, there are two things that we forsake. One is the old sinful ways of living, and secondly are the false doctrines. You must never go back to receive them again. മനുഷ്യൻ അവനെ ജ്യേഷ്ഠനായി മുൻപനായി അത് വിലയിരുത്തുമ്പോ, when the world looks at him and considers him to be the firstborn and the first person, ദൈവത്തിന്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. But God's way of looking at things were entirely different. ദൈവം അവനെ വില കുറഞ്ഞവനായി കരുതുകയാണ്. God did not consider him to be that important. അത് തന്നെയുമല്ല, ലോകപ്രകാരം അവന്റെ പേരുണ്ടായിരുന്നതായിട്ടുള്ള ആ ബർത്ത് റൈറ്റ്, ജന്മാവകാശം ദൈവം എടുത്തിട്ട് അവന്റെ ഒരു സഹോദരൻ അത് കൈമാറുകയാണ് ചെയ്തത്. Not only that, but God took his birthright and gave it to another brother of his. ഞാൻ വീണ്ടും പറയട്ടെ, let me repeat that. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവന് കൊടുത്തെന്നല്ല നമ്മൾ വായിക്കുന്നത്. We did not read in the Bible that he gave it to the one immediately next to him. അത് പലരെയും കടന്ന് അർഹിക്കുന്നവന്റെ തലയിലാണ് ചെന്ന് വീണത്. But after it passed over many people, it went on to the person who was found to be fit. എനിക്കും തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വന്തമായി തന്നെ ആശയങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്. I'm also a man that has my own views about certain theological issues. ഓർഡിനേഷൻ എന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് ഞാൻ വളരെ നാൾ മുമ്പേ കേട്ടിട്ടുണ്ട്. I have heard about a terminology called ordination. എന്നെ ഒരു പുരോഹിതനാക്കിയപ്പോൾ എന്റെ തലയിൽ യാക്കോബായ സഭയിൽ ഓർഡിനേഷൻ വെച്ചെന്നാണ് അവരിപ്പോഴും അവകാശപ്പെടുന്നത്. When I was ordained as a minister in the Orthodox Church, they claimed that they laid their hands on me and ordained me as a minister. ചിലര് എന്നെ തിരികെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ട് ഒക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ ഇതാണ്, ഏതായാലും ആ മെത്രാച്ചൻ തന്ന ആ അധികാരം ഇപ്പോഴും തലയിൽ തന്നെ ഇരിക്കൊണ്ട് അത് ഒരിക്കലും എടുത്ത് കളയാനൊക്കത്തില്ലെന്ന് വിചാരിച്ചോണം എന്നാണ് എന്നോട് പറഞ്ഞത്. When I had left the Orthodox Church, some people tried to get me back into the church, and so they came and told me that the ordination that the Metropolitan had given you and placed on your head is still with you. Do not forget that you can never throw that away. അതൊന്നും കേട്ട് എനിക്കൊരു ഭയവും ഉണ്ടായിട്ടില്ല. And I heard those things and I was not afraid. ഞാൻ 3 സഹോദരിമാർക്ക് താഴെ ജനിച്ച ഒരു സഹോദരൻ. I am the youngest in a family with 3 older sisters and a younger brother. എന്റെ മാതാവ് ഒരു ആൺ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ മാതാവിന് കിട്ടിയ പരിജ്ഞാനം അനുസരിച്ച് പള്ളിക്ക് നേർച്ചയൊക്കെ നേർന്നതാണ്. My mother, according to her knowledge, she had made pledges and offerings to churches and had prayed to God for a boy. ആ കൂട്ടത്തിൽ ദൈവത്തോടും പ്രാർത്ഥിച്ചു, മണർകാട്ടുപള്ളിയിലെ കന്യാമറിയാമിനോടും പ്രാർത്ഥിച്ചു. And she also prayed to God and also prayed to Virgin Mary that people pray in India. ഒരു മകന് ഒരാണായിരിക്കുമെങ്കിൽ അവനെ മണർകാട്ടുപള്ളിയിൽ കൊണ്ടുപോയി അടിമ വെക്കാമെന്ന് എന്റെ അമ്മ നേർന്നു. And my mother pledged that if I have the next child born as a male child, I will go and submit him to the church in Manargad. ഞാനത് ഓർക്കുന്നില്ലെങ്കിലും എന്നെ കൊണ്ടുപോയി അടിമ വെച്ചതായിട്ടാണ് അവർ പറയുന്നത്. Though I do not remember that as a little child they did it, but they say that they have done that. അങ്ങനെ കന്യാമറിയാമിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് അടിമ വെച്ചു. So I was taken and placed before Virgin Mary. അത് കുറെ കാലം ആ അടിമത്വം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
And for some time, I was a slave to that Holy Virgin Mary. എന്നാൽ എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ, തീരുമാനശക്തി ഉണ്ടായപ്പോൾ ഞാനത് പൊളിച്ചെഴുതി മറിയാമിന്റെ അടുക്കൽ നിന്ന് എന്റെ അടിമത്വം കളഞ്ഞിട്ട് ഞാൻ യേശുവിന്റെ അടിമയായി തീർന്നു. I took away my discipleship from Mary when I was aware of the truth, and I placed that under Jesus. നമ്മുടെ എല്ലാ പാപങ്ങളും ശാപങ്ങളും നമുക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് അതിന്റെ മോചനം പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. And I believe that I can go straight to God and have deliverance of all my sins and my bad ways. ഈയിടെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, പാപമെല്ലാം മോചിച്ചാലും ശാപം മിച്ചം കിടക്കുന്നില്ലേ എന്ന് ഒരാൾ ചോദിച്ചു. And one man asked me, even though your sins are forgiven, are your curses not there? ശാപമെല്ലാം കർത്താവ് പടിപടിയായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. God is removing the curses from me step by step. ഏതായാലും നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന എല്ലാ ശാപവും നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നീക്കിയെടുക്കുവാൻ കഴിയും. Every curse that pertains to our spirit, we can have deliverance from that while we're in this world. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് തിരിച്ചു വരാം. Let's come back to our central thought. ഏതെങ്കിലും ഒരുത്തന്റെ മേൽ അത് ദൈവം കൊണ്ട് ഈ അവകാശം വെക്കുകയല്ല ചെയ്തത്. God does not place this right upon anyone that he sees. അത് അർഹിക്കുന്നവൻ അത് നൽകുകയാണ് ചെയ്തത്. He only gives it to that person who is eligible to have it. Praise the Lord. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Praise the Lord. രൂപേൻ ഒരു പ്രത്യേക പാപം ചെയ്തതുകൊണ്ടാണ് അവനിൽ നിന്ന് ഈ ദേശാവകാശം എടുത്തതെങ്കിൽ അതൊരുത്തന്റെ ശിരസിൽ വെക്കുമ്പോൾ അവൻ ആ പ്രത്യേക പാപത്തെ ജയിച്ചവനായിരിക്കണം. When God had decided to take the firstborn's right from Reuben because he committed a specific sin, and if he finds someone else worthy to receive that right, that person must be one who must be delivered from the same sin. ഒരു പാപിയുടെ കയ്യിൽ നിന്ന് അതെടുത്തിട്ട് വേറൊരു പാപിക്ക് കൊടുത്തതുകൊണ്ടെന്ന് പറയുന്നു. What use is it if God takes away the rights from one sinner and places it on another sinner? കുമ്പനാട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ജയ്മോഹൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് ഞങ്ങൾക്ക്. There is a brother in Kumarad who works with us. His name is Jay Mohan. അദ്ദേഹം ഒരു നല്ല കാർട്ടൂണിസ്റ്റാണ്. He's a good cartoonist. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാർട്ടൂൺസ് ഒക്കെ നിങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ കാണുമായിരിക്കും. You may have seen some of his cartoons in some of the periodicals. ഒരിക്കലും ആ സഹോദരൻ ഒരു കാർട്ടൂൺ എഴുതി. Once he had a cartoon. മരിക്കാറായി കിടക്കുന്ന ഒരാള് തന്റെ മകനെ വിളിച്ച് അന്ത്യ ശാസനം കൊടുക്കുന്ന ഒരു കാർട്ടൂണാണ്. And that's where a man who was on his deathbed called his children to him and gave him his last wishes. അപ്പൊ മരിക്കാറായ ആളിങ്ങനെ പറയുന്നത്, This is how he said, മകനെ, son, നീ രക്ഷിക്കപ്പെട്ടതല്ലെന്നും എനിക്കറിയാം, ദൈവവിളി നിനക്കില്ലെന്നും എനിക്കറിയാം, എന്നാൽ എന്റെ കാലശേഷം നമ്മുടെ സഭയെ നടത്തേണ്ടത് നീയാണ്. son, I know that you are not born again. You do not have a call for the ministry. But after my time, after my death, you are the one that must lead our church. അത് മനുഷ്യന്റെ പരിപാടിയാണ്. That's man's plan. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ പരിപാടി അങ്ങനെയല്ല. But that is not God's plans and his ways. രൂപനെ നീ അശുദ്ധനാണെങ്കിൽ, Reuben, though you are unclean, വേറൊരു അശുദ്ധനായ യഹൂദായ്ക്ക് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. I am not pleased and willing to give it to another one, Judah. ഞാൻ അത് വേറെ ഒരു സാക്ഷാൽ വിശുദ്ധനായിരിക്കുന്ന ഒരു യൗസേപ്പിന് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. But I desire to give that to Joseph, a man who is truly a holy person. ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. God knows your hearts. യൗസേപ്പ് വളരെ ജ്ഞാനിയായിരുന്നെങ്കിൽ, Though Joseph was a very wise man, യൗസേപ്പിന് ഒരു ചെറിയ ഒരു കണക്കുകൂട്ടൽ തെറ്റിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. I have read that he miscalculated some things in his life. അതായത് ഈ യൗസേപ്പിന് ജനിച്ചതായ രണ്ട് മക്കളെ വല്യപ്പച്ചന്റെ അടുക്കൽ യാക്കോബിന്റെ അടുക്കൽ അനുഗ്രഹം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ട് ഈ പിതാവിന്റെ മുമ്പിൽ നിർത്തി. He went and placed two of his sons before his father, that his grandparents may bless them. അപ്പോൾ യൗസേപ്പ് ചിന്തിച്ചത് എന്റെ മൂത്ത മകൻ മനശ്ശെയാണ്, അതുകൊണ്ട് അവന് ജേഷ്ഠാവകാശമുണ്ട്. എബ്രയും രണ്ടാമത്തവനാണ്, അതുകൊണ്ട് അവന് രണ്ടാം സ്ഥാനം മതി എന്ന് യൗസേപ്പ് തീരുമാനിച്ചു. Joseph thought that Manasseh is my firstborn. He needs to get the blessings of the firstborn, and the second one should receive the second blessings. അതുകൊണ്ട് വലത്ത് കൈ മനശ്ശെയുടെ തലയിൽ വരത്തക്കവണ്ണം കൊണ്ട് നിർത്തി. So he placed him in such a way that his right hand would be placed on Manasseh, his left hand. യാക്കോബിനാണെങ്കിൽ കണ്ണും ശരിക്കും കാണത്തില്ല. And he could not, Jacob could not see very well, he was blind. പക്ഷെ അകത്തെ കണ്ണിന് പ്രകാശം ഉണ്ടായിരുന്നു. But his inner eyes were still able to see. താൻ ഉടനെ ദൈവാത്മാവിന്റെ നടത്തി പരിസരത്ത്, And according to the leading of the Holy Spirit, താൻ കൈകളെ ഇങ്ങനെ പകച്ചു വെച്ചു. he crossed his hands. Praise the Lord. എന്റെ വലത്തെ കൈ ഇളയവന്റെ തലയിൽ വരത്തക്കവണ്ണം വെച്ചു. And it just so happened that he placed his left hand on his younger grandchild. ഉടനെ ഈ യൗസേപ്പ് പറഞ്ഞു, അപ്പാ ഇവന് തെറ്റിപ്പോയി,
ഇവന്റെ തലയിലാണ് കൈവെക്കേണ്ടത്, ഇവനാണ് മൂത്തതെന്ന് പറഞ്ഞു. Then Joseph told his father, "Father, you made a mistake, and your left hand is supposed to go on my older child." യാക്കോബ് ആത്മാവിനെ നടത്തിയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം മോനെ, നീ അധികം ഒന്നും ബന്ധപ്പെടണ്ടെന്ന് പറഞ്ഞു. And since Jacob was a man who was led and guided by the Spirit, he told his son Joseph, "Son, I understand that, and you don't have to worry about it. This is the way it's going to be." എന്റെ വിശ്വാസം പറയാം. And let me tell you my belief. ശരിയായ ഓർഡിനേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഓർഡിനേഷൻ. The true ordination is an ordination from heaven above. Praise the Lord. അവനെ അത് പ്രാപ്തനോട് ഇടപെട്ടാൽ മതി. And when you see such a person and you deal with him, you understand that. അവന്റെ സ്വകാര്യ ജീവിതത്തോട് അടുക്കുമ്പോൾ അറിയാമോ? And as you get closer to his personal life, you understand that. വല്ലപ്പോഴും പ്ലാറ്റ്ഫോമിൽ അവനെ കണ്ടാൽ പോരാ, അവൻ ജീവിക്കുന്നിടത്ത് പോയി അവനോട് ഇടപെടണം. It's not enough that you see him once in a while on a platform performing, but you have to go and be with him where he lives. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. മരിച്ചുപോയ B.A. തോമസ് എന്ന് പറഞ്ഞൊരു കൊച്ചു പാസ്റ്ററെ നിങ്ങൾ ഇതെല്ലാം ഓർക്കുമായിരിക്കും. Some of you may remember a young man, a preacher by name B.A. Thomas. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി ഓമനെ പ്രസംഗിച്ചു. We have preached together in many conventions and meetings. അതേ ചിലപ്പോൾ ഇങ്ങനെ പറയും, He would say sometimes, ചിലരെ കൊണ്ട് പ്രസംഗിപ്പിക്കുമ്പോൾ കർട്ടനിട്ട് മാത്രമേ പ്രസംഗിപ്പിക്കാവൂ, അവരെ ആളുകൾ കാണരുത്, പ്രസംഗം കേട്ടോട്ട് കേൾപ്പോന്നില്ല. there are some people who can preach very eloquently, but let people hear their message but not see them, so you have to place a curtain before them and they have to preach from behind the curtains. ഒരു സമയത്തേക്ക് നമ്മൾ ചെയ്യുന്നതായ ശബ്ദായമാനമായ ശുശ്രൂഷയല്ല നമ്മളെ അളക്കേണ്ട അളവുകൾ. പിന്നെയോ നമ്മൾ മനസ്സാന്തരപ്പെട്ടതിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയുള്ള നമ്മുടെ ആ ദൈർഘ്യമായ ജീവിതം വെച്ചാണ് നമ്മളെ അളക്കേണ്ടത്. It is not by the certain messages that you preach or by certain experiences that you have that people should judge us, but it is by the life that you live until your end. Praise the Lord. Praise the Lord. യൗസേപ്പിനെ ദൈവം ഇങ്ങനെ പരിഗണിക്കുവാനുള്ള കാരണം എന്താണ്? Why was it that God considered Joseph? നിങ്ങൾക്കറിയാമോ? Do you know? യാക്കോബ് തന്റെ 12 മക്കളെയും അനുഗ്രഹിക്കുന്ന സമയത്ത്, The time when Jacob was blessing his 12 sons, ആ സമയത്ത് യാക്കോബിന് ഒരു ദൈവജ്ഞാനം ഉണ്ടായിരുന്നു. he had a divine godly wisdom at the time he did that. 12 ഗോത്രങ്ങളുടെയും പേര് പറഞ്ഞ് ഇങ്ങനെ പ്രവചിക്കുമ്പോൾ, When he was prophesying and telling out the names of the 12 tribes, യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. he hasn't mentioned about Joseph, about anyone else like the way he mentioned about Joseph. Praise the Lord. Praise the Lord. അത് ഞാൻ വായിക്കുന്നില്ല, ഞാനങ്ങ് പ്രസംഗിച്ച് പോവുകയാണ്. And I'm not going to read that, let me just preach that. ആ ഇംഗ്ലീഷ് ബൈബിൾ ഭാഷാന്തരങ്ങളിൽ In English translations, യൗസേപ്പിനെ കുറിച്ച് പറയുമ്പോൾ, when the Bible talks about Joseph, അവനെ സഹോദരന്മാരുടെ ഇടയിൽ പ്രിൻസ് ആണെന്ന് അവനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിൻസ്, it talks about him as a prince amongst his brethren. അവൻ എങ്ങനെ പ്രിൻസ് ആയെന്ന് എനിക്കറിയില്ല. I don't know how he became a prince. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എന്നാൽ ബൈബിളിന്റെ ചില ഭാഷാന്തരങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. But I have compared this to many other translations of the അവിടെ Bible. പ്രിൻസ് എന്നുള്ളതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേർപെട്ടവൻ എന്നാണ്. വേർപെട്ടവൻ. The word prince have been used in a different way, and the correct word used is a man who's been separated. ഞാൻ ഇംഗ്ലീഷ് പ്രയോഗം തന്നെ ഉദ്ധരിക്കട്ടെ. Let me repeat the English usage. Joseph separated from his brethren. It says Joseph was separated from his brethren. Praise the Lord. Praise the Lord. സഹോദരന്മാർക്കിടയിൽ തന്നെ അവൻ വേർപെട്ട ജീവിതമുള്ളവനായിരുന്നു. He was a man who lived amongst his brethren and yet had a separated life amongst his wife. അപ്പോൾ മാത്രം പറഞ്ഞതല്ല, ദൈവപുരുഷനായ മോശമിസ്കായുടെ കൊടുമുടിയിലേക്ക് കയറുന്നതിന് മുമ്പേ 12 ഗോത്രങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞു. And these are the same words that Moses also had said about these 12 tribes before he went on to the mountain. അവിടെ പറയുന്നത് Joseph separated from his brethren. And even there it says that Joseph was separated from his brethren. Children of God, ഞാൻ കാര്യങ്ങളോട് പറയാം. let me tell you. നമ്മളൊരു ദൈവവൈതൽ ആണ് എന്നുള്ളതിന്റെ വ്യക്തമായ അളവ് പോലെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. The yardstick used to measure our Christian life is not by what you do, it's measured by what you do not do. ആദമേ ഹവ്വയെ നിങ്ങൾ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ പ്രയാസമാണ്. Adam and Eve, as long as you're eating the fruits of all the trees in the garden, it's difficult to measure your spirituality. എന്നാൽ തിന്നരുതെന്ന് ദൈവം പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാം. If you do not eat the fruit of the tree that God had stopped you from doing, then we can know who you are. ഒരു ദൈവത്തിന്റെ പൈതലിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ലക്ഷണം അവൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല,
ഏതോ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്. You can distinguish a child of God not based on what he does, but based on what he does not do. ഈ നീതിമാനായി യോബുണ്ടല്ലോ, അദ്ദേഹം ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ 4 ഡോക്ടറേറ്റ് എടുത്തയാണ്. But if you'd ask me about this righteous man Job and ask me which Bible college he went to, I do not know, but he was a man who had obtained 4 degrees. അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. I have a great desire to preach about him, all the 4. അതിൽ ഒരു ഡോക്ടറേറ്റ്, But one of the doctorates, ദോഷം വിട്ട് അകലുന്നവൻ. he was a man who eschewed evil, who ran away from evil. ഞങ്ങളുടെ വീട്ടില് എനിക്ക് നാട്ടിൽ വളരെ പ്രിയപ്പെട്ട ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു. I have a Kochama in India who is very dear to us. വർഷങ്ങൾക്കുമ്പോ It happened several years ago. ആ കൊച്ചമ്മയ്ക്ക് ഈ ഡയബറ്റീസിന്റെ അസുഖം വന്നു. And this mother had a problem of diabetes. ഞങ്ങളൊക്കെ അന്ന് ചെറിയ ബാലന്മാരാണ്. And we were little children at that time. അപ്പൊ ഈ കൊച്ചമ്മയ്ക്ക് ഇങ്ങനെ ഡയബറ്റീസിന്റെ അസുഖം വന്ന ഉടനെ പിള്ളേർക്ക് അത് വലിയ ദുഃഖമായി. And their children were very sad when Kochama had diabetes. അവരുടനെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ കൈ കിട്ടുന്നതെല്ലാം തിന്നുന്നത് കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. They told their mother, you are diabetic because you eat everything that you get in your hands. അതുകൊണ്ട് ഇതിന് കുഴപ്പമുണ്ടാക്കുന്ന ഇതൊന്നും അമ്മച്ചി തിന്നരുത്. So do not eat everything that you get, have some restricted diet. ഞാൻ എന്താ തിന്നേണ്ടത്? Then the mother said, what is it I should eat? അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ലാത്ത ഈ സൂചി ഗോതമ്പ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അന്ന് അത് വാങ്ങിച്ച് ഈ പിള്ളേർ ഇഷ്ടംപോലെ കൊണ്ട് അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി ചോറ് ഒന്നും അധികം കഴിക്കണ്ട, ഇത് കഴിക്കുക, ഇതിൽ കുഴപ്പമുണ്ടാകുക എന്ന് പറഞ്ഞ് സാമ്പത്തിക ശേഷിയുള്ള വീടാണ്, ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുത്തു. They were from a wealthy family, so the son said, Mom, don't eat all this rice and everything else, but eat some split wheat. എന്നിട്ട് അവർ അമ്മച്ചി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And then they were watching their mother very carefully. അമ്മച്ചി പിന്നെയും പഴയതൊക്കെ തന്നെ. Mother is still the same way that she used to be before she started this restricted diet. ക്ഷീണം കൂടി വരും. But she was growing weaker and weaker. അപ്പൊ അവരെ അന്വേഷിച്ചു. Then they inquired, അമ്മച്ചി, Mother, ഞങ്ങൾ വാങ്ങിച്ചത് കഴിക്കുന്നുണ്ടോ? are you eating that split wheat which we bought for you? അമ്മച്ചിയുടെ മറുപടി, അതും കഴിക്കുന്നുണ്ട്. And the mother said, I'm eating that also in addition. അച്ഛനും കഴിക്കുന്നുണ്ട്. I'm also eating the old food. നിങ്ങൾ വാങ്ങിച്ചതും കഴിക്കുന്നുണ്ട്. And I'm also eating what you bought for me. പലരുടെ ആത്മീയത ഇതുപോലെ. Many people and their spiritual lives are like this. ഉപേക്ഷിക്കേണ്ടതും കഴിക്കുന്നുണ്ട്. We are also eating that which we have forsaken. നല്ലതും കഴിക്കുന്നുണ്ട്. We are also eating the good stuff. ഒബിനിയും ഫിനെഹാസിനും നിങ്ങൾക്ക് പരിചയമില്ലേ? Are you not familiar with Ophni and Phinehas? ഇത്രയും കഴിവുള്ള പുരോഹിതന്മാരെ ഞാൻ കണ്ടിട്ടില്ല. I have not seen such able priests. കാരണം നമുക്കൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയില്ല. Because if we were there in their place, we would only have the ability to do one of these, either of these. ഇവർക്ക് പാപോ യാഗവും കൂടെ ഒരുമിച്ച് ചെയ്യാൻ കഴിയും. But they had the ability to offer sacrifices and also commit sins. യാഗം കഴിക്കാൻ പിന്നെ കിട്ടുന്ന സമയം മുഴുവൻ പാപം കഴിക്കാനായിട്ട് ഉപയോഗിക്കും. And they would come and offer sacrifices, and the time that was left out after that they would use to commit sins. എന്നിട്ട് ഈ പരിപാടി നീ കാണിച്ചിട്ട് നീ ശത്രുവിനെ തോൽപ്പിക്കാൻ ആറ്റമ്പോപ്പായിട്ട് നീ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ആർക്ക് വിളിച്ച് ജയിക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? And after committing these sins, do you think that you can have the ark of the Lord and with a great loud voice you can have victory? പാപത്തോടുകൂടി നീ ഘോഷയാത്ര നടത്തിയാൽ അതോടുകൂടി ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. If you think you can have a triumphant march along with sin, God will not be with you. യഹോവ ആലയത്തിൽ വന്നിരിക്കുന്നത് നീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും യഹോവ ആലയത്തിൽ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. With a loud voice, even if you proclaim that Jehovah is in the camp, he will not be there. ദൈവം അശുദ്ധിയുള്ളിടത്ത് പ്രത്യക്ഷനാകുന്നവനല്ല. God does not appear where there is sin and uncleanness. അവൻ പരിശുദ്ധനാണ്. He is a holy God. ദൈവത്തിന്റെ സ്വഭാവത്തെ, 2 സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന 2 ദൂത സംഖ്യകളുണ്ട്. There are 2 heavenly angels that proclaim 2 of God's attributes. ദൈവം തിന്മയിൽ നിന്ന് അകന്നവനാണെന്ന് കാണിക്കുന്നതാണ് ഈ സെറാഫുകൾ. The seraphs proclaim that God stays away from evil. അവരുടെ പല്ലവി തന്നെ ഹോളി 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 എന്നാണ്. And their songs are always holy, holy, holy. ഹോളി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അകന്നിരിക്കുന്നവൻ 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 എന്നാണ്. And the meaning of the word holy is one that stays away, once that stays away. അതേസമയം വേറെ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, അവരെ കണ്ടാൽ നമ്മൾ ഭയപ്പെട്ട് നിലത്ത് വീഴും. And at the same time there is another group of angels, and there's just their appearance will scare you. ഭയങ്കര രൂപികളായ കെറൂബുകളാണ്. And they are the cherubs. അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ പറയുന്നത് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. And when they praise God, all that they can sing is glory, glory, glory. ദൈവം നല്ലവനാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ദൈവം നല്ലവൻ മാത്രമല്ല, ദൈവം വല്ലഭനും കൂടിയാണെന്ന് മറ്റേ കൂട്ടർ ഘോഷിക്കുന്നു. And when people say that he is good God, there are some people who also say he is an able God. നമുക്ക് മടങ്ങി വരാം.
Let us come back to our central theme. യൗസേപ്പിനെ അവന്റെ പിതാവും അനുഗ്രഹിക്കുന്നു, ദൈവപുരുഷനായ മോശയും അനുഗ്രഹിക്കുന്നു. Joseph has been blessed by his father as well as by godly man Moses. ഈ മനുഷ്യർ പലപ്പോഴും ഈ ചെയ്യുന്ന പല തീരുമാനങ്ങളും മുഖപക്ഷം ആയിരിക്കാൻ സാധ്യതയുണ്ട്. Many times when people do things, they show favoritism. അർഹതയുള്ള പലർക്കും അത് കിട്ടാതിരിക്കും, അർഹതയില്ലാത്ത പലർക്കും അത് കിട്ടുകയും ചെയ്യും. Many people who are deserving will not get what they're supposed to get, and those who are undeserving will get those. എന്നാൽ കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കാനായിട്ട് വായ് തുറക്കുമ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നാണ്. But when Peter was ready to preach in the house of Cornelius, the first words that he said are that our God does not show favoritism. രൂപനെ തള്ളി യൗസേപ്പിനെ സ്വീകരിച്ചത് ദൈവം അവനോട് മുഖപക്ഷം കാണിച്ചതല്ല. Rejecting Reuben when God accepted Joseph, he was not showing favoritism. ദൈവം അവനെ ദൂരമേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ തിരഞ്ഞെടുത്തത്. It is because God had known him from afar off and had selected him. ഇനി പറയട്ടെ, let me continue. അല്പ നിമിഷങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to preach for a few more minutes and conclude my message tonight. ഈ നമ്മുടെ ഈ പരീക്ഷകൾക്കൊക്കെ ഇന്ത്യയിലും അമേരിക്കയിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. തിയറിക്ക് മാത്രം ജയിച്ചാൽ പോരാ, പ്രാക്ടിക്കലിൽ ജയിക്കണം. There are two aspects of testing. There is a theoretical aspect and a practical aspect, and you have to have passing grades in both. None of you must be angry at me. സ്നേഹത്തെ കുറിച്ച് ഒരു പ്രസംഗം പറയാൻ നിങ്ങളൊക്കെ എന്നോട് പറയുകയാണെങ്കിൽ, if you would ask me to preach about love, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. I have no difficulty in preaching. കാരണം because കോൺകോർഡൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. There is a book called the Concordance. ഉപയോഗിക്കുന്നവർക്ക് അറിയാം എന്താണ്. Those of you who use the Concordance know about it. സ്നേഹം 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 എവിടെയോ എഴുതിയിട്ടുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി എഴുതിയിട്ടുണ്ട് അതിനകത്ത്. And all the references made to the word love from the Bible have all been consolidated in one place. സ്നേഹിച്ചു 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 എല്ലാം ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. And all the verses that says love, love, love or loved have been written together. ദൈവ സ്നേഹം തന്നെയാകുന്നു എഴുതിയിട്ടുള്ളതെല്ലാം അവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. And all the verses in the Bible where it says God is love have all been repeated in that place. എനിക്ക് പറഞ്ഞാൽ സ്നേഹത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നാണല്ലോ, പറയുന്ന എല്ലാവരും കൂടെ വന്ന് ഉടുപ്പെ പിടിച്ചാൽ ഇരുത്തിയില്ലെങ്കിൽ ഞാൻ ചിലപ്പം പ്രസംഗത്തിന് പോകും. In other words, if I start to preach about love, and if people sitting behind me do not pull my shirt and tell me to quit, I will continue to keep on preaching about love. സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. No difficulty to preach about love. എന്നാൽ സ്നേഹിക്കാനാ ബുദ്ധിമുട്ട്. But the most difficult thing is to love. Praise the Lord. Praise the Lord. Praise the Lord. 1 Corinthians 13-ാം അധ്യായം അത് ഉപദേശങ്ങളുടെ കൊടുമുടിയാണ്. കൊടുമുടി. 1 Corinthians chapter 13 is the pinnacle of the doctrines. ഏറ്റവും വലിയ ഭാഷാവരത്തെക്കാളും, greater than any of the gift of interpretation, ഏറ്റവും വലിയ പ്രവചനവരത്തെക്കാളും, greater than any of the gift of prophecy, ഏറ്റവും വലിയ ത്യാഗത്തെക്കാളും, greater than any of the sacrifices, നമ്മൾ അറിഞ്ഞിട്ടുള്ള ഏതൊരു കാര്യത്തെക്കാളും വലുതാണ് ദൈവസ്നേഹം. God's love is greater and greater than anything that we have ever known in this world. നമ്മുടെ കൃപാവരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം ഓർത്താൽ മിച്ചം വരുന്നത് വട്ടപൂജ്യമാണ്. If from our gifts, if we try to compare with God's love, we have nothing left. ഈ പരീക്ഷ പോയി ഇങ്ങനെ കൈയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയെ കുറിച്ച് ഒരാൾ ഒരിക്കലും ഒരു കമന്റ് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. I remember having read a comment about the Pharisee who once went, stretched out his arms and prayed. ദൈവമേ, God, അത് തുടങ്ങിയപ്പോഴെങ്ങനെയാ പറഞ്ഞത്? and this is how he started. ഞാൻ ഈ പാസ്റ്ററെ പോലെയും കൂട്ടുസഹോദരനെ പോലെയും അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. I praise you because I'm not like this pastor or this pro-believer. അത് തന്നെയല്ല, Not only that, ഞാൻ നേടുന്നതിലൊക്കെയും പലഹാരം കൊടുക്കുന്നു. and I give a portion of everything that I earned. മര്യാദ ഞാൻ പറയേണ്ടത് ദൈവം എനിക്ക് തരുന്നതിന്റെ പലഹാരം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന പറയേണ്ടത്. All he has to say rightfully is, God, I give back whatever you give unto me. I tithe. ഇവൻ പറഞ്ഞത് നേടുന്നത്. ഇവൻ നേടിയിട്ട് ദൈവത്തിന് പലഹാരം കൊടുക്കാൻ ദൈവം ഇവന്റെ പലഹാരം കൊണ്ടാണ് ജീവിക്കുന്നതെന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. In other words, what he's trying to say is he has earned something to himself and he gives to God out of what he has. ആ ക്രിട്ടിക്ക് പറഞ്ഞ ആശയം ഞാൻ പറയാം. And let me tell you the thought behind what the critique wrote പല down. കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു, And when this Pharisee was praying, he said some things. ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു. I fast twice a week. Praise the Lord. Praise the Lord. നിങ്ങൾക്കറിയില്ലായിരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലം വരെ 40 ദിവസമായിരുന്നു ഉപവാസം. ഇപ്പൊ അത് മണ്ഡലവൃത്തത്തിന്റെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ ആ ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട്. 41 മാറ്റിയിട്ടുണ്ട്. You know, in the past, people who would fast for a long time would fast for 40 days, but now they have taken after the practices of those who go to Shabarimala and made it 41 days of fasting. അത് കർത്താവിനെ കവർ ചെയ്യാനാണോ എന്ന് എനിക്കൊരു വലിയ സംശയം മനസ്സിൽ. And I think
And I think to myself, maybe they're trying to outrun Jesus Christ himself who fasted for ഞാൻ 40 രണ്ടു വട്ടം days. ഉപവസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞ ഇങ്ങനെയാണ്. Here is what one of the thinkers wrote about fasting twice a week. അതേ മനുഷ്യനെ നീ പറഞ്ഞത് ശരിയാണ്. Oh Pharisee, what you said is true. നിന്റെ ആഴ്ചയിൽ 2 വട്ടം ഉപവാസം ഉണ്ടല്ലോ, അത് ദൈവം 2 വട്ടമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. 2 വട്ടം. That's the way it's said in Malayalam. You're fasting 2 times is kind of considered like it's nothing, it's zero. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമ്മൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, നാട്ടുകാര്, നമ്മുടെ പാർശ്വവർത്തികള്, അനുഭാവികൾ പറഞ്ഞാൽ പോരാ, ദൈവം പറയുന്നതാണ് സത്യം. It is not enough that we speak about ourselves and say who we are, or those people who know us, but what God says about you is what is the truth. Praise the Lord. Praise the Lord. എല്ലാവരും പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യൗസേപ്പ് അതേ മഹാകുഴപ്പക്കാരനാണ്. If you look at what other people say, Joseph is a man, is a very bad man. ആ മിസ്രയീമിലെ ആ പൊത്തീഫറിന്റെ വീട്ടിലെ ആ തള്ളയുണ്ടല്ലോ, അവരുടെ അഭിപ്രായം നിങ്ങളൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഘട്ടം ഈ നാട്ടിലൊന്നും വന്നിട്ടില്ല. He is a troublemaker. If you ask Potiphar's wife, they would say that there is not another bad fellow like Joseph in this town. ഞാൻ ചെറുപ്പകാലത്ത് പഠിച്ച ഒരു ഗീതം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. I remember a story that I had learned, a song that I had learned in my younger days. മന്ത്രിക്കുദാസനായി ഞാൻ മേവുമ്പോൾ മന്ത്രി ഭാര്യ പാപം ചെയ്യാനുരച്ചു, ഞാനതു ചെയ്യാകയാ. ദോഷങ്ങളോതി അവൾ താതനോടെന്റെ പേരിൽ, ക്രുദ്ധനാം മന്ത്രി എന്നെ കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിൽ പാർത്തു കഷ്ടതയോടെ ഞാൻ, ആരും സഹായമെന്നെ മോചനവും ലഭിച്ചു. എനിക്ക് തോന്നി യൗസേപ്പിനെ പോലീസുകാർ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു ഇടിക്കുകയൊക്കെ ചെയ്തതാണ്. I think that the policemen were taking this man Joseph may have hit him and beat him up. ഈ ഒരു വീട്ടിൽ ജോലിക്ക് വന്ന് എറ്റുവെടുപ്പിന് വന്ന് നീ അതിക്രമക്കാരനായിട്ട് മാറുകയാണോ ചെയ്തതെന്ന് ഒരുപക്ഷെ അവർക്ക് ചോദിച്ചു. They may have asked him, you man, you came into this house for a livelihood, but now you have tried to take over. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ദൈവം തെളിയിച്ചു കൊടുത്തു. But after a few days, God had proved it. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. എനിക്ക് വേദപുസ്തകത്തിൽ വളരെ എന്റെ ഫീലിംഗ് ഇങ്ങനെ ഇളകി പോകുന്ന ചില ഘട്ടങ്ങൾ ഞാൻ വായിക്കാം. There are certain portions of the Bible that I read where I really get emotional and my feelings go on with them. അതിലൊന്ന് One of those, ഈ ഫറവോൻ നാട്ടിലുള്ള എല്ലാവരും വന്ന് ഈ യൗസേപ്പിന്റെ മുമ്പിൽ അവനെ വണങ്ങി വെച്ച് കടന്നു പോകണമെന്നൊരു കൽപ്പന ഇട്ടപ്പോൾ യൗസേപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വന്ന് അവനിങ്ങനെ ഹോബേറ്റ് കൊടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു പോവുകയാണ്. you know, when the Pharaoh had proclaimed that everybody must come and bow down to Joseph, everybody came and bowed down before him and they were passing on. യൗസേപ്പ് നോക്കുമ്പോ When Joseph looked, ഒരുത്തി വരുന്നു. there's one that's coming down like this. എനിക്ക് തോന്നി ഞാൻ അതിന് നിൽക്കില്ലേ. The Bible that I would have said, stay right there, you woman. പക്ഷെ ഞാൻ യൗസേപ്പുമായിട്ട് വലിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് യൗസേപ്പ് ആത്മസംയമനം പാലിച്ചു. പോട്ടെ വിട്ടി. അവളെ ഞാൻ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല, പോകട്ടെ എന്ന് വിചാരിച്ചു. But Joseph was not like me, he was a different man. So he said, you foolish woman, I'm going to let you go, just carry on, go by. ഒരു തന്നെ തുറുങ്കിലടച്ച ഈ ദമ്പതികൾക്ക് വരെയും ഒരു ചെലവിൽ കൊടുത്ത ദാസൻ. There was this man of God, who was even able to feed to these couple. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Have you paid attention? ഈ ദുഷ്ടസ്ത്രീ ഈ ചെറുപ്പക്കാരനെ പാപം ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത്, At the time when this wicked woman was encouraging this man to sin, എന്ത് കാരണത്താലാണ് ഇവൻ വഴിപ്പെടാതിരുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. I have paid close attention to why this man had not subjected to the sin. ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുകയില്ല എന്നാണ് പറഞ്ഞാൽ ഞാൻ വായിക്കുന്നില്ല. I do not read in the Bible where Joseph said, listen, I have been to Bible colleges and I have been trained in the Bible colleges, so I will not indulge in this sin. കമന്ററി എഴുതിയാലും praise the Lord, പാപം ചെയ്യാതിരിക്കാൻ ഒരു ഗ്യാരണ്ടിയായിട്ട് ഞാൻ വിചാരിക്കുന്നു. Even if you have written a Bible commentary, I do not think that would stop you from sinning. നല്ല കുടുംബത്തിൽ ജനിച്ചതാണെന്നുള്ളത് ഇതിലൊരു കാരണമാണ്. The fact that you were born into a great family is not a reason to stop you from sinning. ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. I'm not going to go into examples. പാപത്തിന്റെ വൻകാറ്റുകൾ അവന്റെ ജീവിതത്തിന്മേൽ അടിച്ചപ്പോൾ അവൻ അതിന് എതിരായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്, എന്റെ ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു പാപം ഞാൻ ചെയ്യില്ല. When the great winds of sin blew against his life, there is one statement he did, I will not sin against my God. Hallelujah. എന്താണ് പാപം?
What is sin? ദൈവവിരോധമാണ് പാപം. Sin is anything that you do against God. Praise the Lord. Hallelujah. പാപത്തിൽ നിന്ന് ഒരാൾക്ക് അകന്നു നിൽക്കണമെങ്കിൽ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്റെ ദൈവത്തിന് വിരോധമായിട്ട് ഒരു പാപം ചെയ്യാൻ എനിക്ക് സാധിക്കും. If a man must stay against sin, he must remember that he will not sin against God. ദൈവത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിന്മേൽ ജയം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. A person who places God before him and follows him is the only person who can gain victory over sin. അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പാപത്തെ അത് പച്ചവെള്ളം പോലെ കുടിക്കുന്നതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. Do you know the reason why sin is so rampant in America? It's because God has departed from their lives. സ്വന്തം ജീവിതത്തെ വിശുദ്ധമായി പാലിക്കണമെന്ന് താല്പര്യമുള്ളവൻ ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. Any person who desires to live a sinless life must place God before him and live his life. അതെ, ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. That is the meaning of the statement that David says, that I have placed God before my eyes. അവസാന ഭാഗത്തിൽ In the end, ഈ പാപത്തിൽ നിന്ന് യോസേഫ് രക്ഷ പ്രാപിച്ചു. Joseph escaped from that sin. ഇപ്പൊ രണ്ടാമതൊരു പാപം ചെയ്യാനുള്ള സാധ്യത വന്നിരിക്കുകയാണ്. Here is another opportunity to commit a second sin. എന്താണെന്നറിയാമോ? Do you know what that is? നാല് ദിവസം തന്റെ ആ മന്ത്രിമന്ദിരത്തിരിക്കാൻ താമസിക്കുന്ന നേരത്ത് എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കോർപ്പറേഷനിൽ ഇങ്ങനെ അളന്നു കൊടുക്കുന്ന സമയത്ത് താൻ നോക്കിയപ്പോൾ എന്റെ കേരളീയ ഭാഷയിൽ വെച്ച് പറയുകയാണെങ്കിൽ വലിയ ചാക്ക നാലാക്കി മടക്കി കക്ഷത്തി വെച്ചുകൊണ്ട് വരുന്നു 5-8 പേര്. When Joseph was in charge of all the food, and when the famine struck and he was giving out food amongst all the people that came to gather the grains, he found 5 or 6 of those fellows coming with a big sack. ദൂരക്കാഴ്ചയിൽ തന്നെ അവരെ മനസ്സിലായി. And from a distance he recognized those people. എങ്കിലും പൊട്ടിത്തെറിച്ചില്ല. But he did not explode. നമുക്കുള്ള വെളിപ്പാടാണ്, നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. That's our problem. We explode quickly. ഒരു വ്യക്തിയെ വിളിച്ചു പറയും, നീ എന്താണ് അവനെ പിടിച്ചു കിട്ടുന്നത്? They would have said, hey, are you not the ones that threw me out and put me in the well? കൃപയുള്ള ഒരു ദൈവവൈതലിന്റെ ഒരു ലക്ഷണം ആത്മസംയമനമാണ്. One of the signs of a child of God filled with grace is the way he would approach in a divine way. ഞാൻ ഈ സമയത്ത് ഞാൻ ഈ ദാവീദിനെയും ഈ യൗസേപ്പിനെ ഓർക്കുന്നു. And at this time I remember David and Joseph. ദാവീദിനെ അവന്റെ കഷ്ടകാലത്ത് കല്ലെടുത്തെറിഞ്ഞ ഒരുത്തനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember David who was stoned by another person during his difficult days? ഉടനെ ദാവീദിന്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. The other people who were traveling with David did not like this. അവർ പറഞ്ഞു, എന്റെ യജമാനനെ ഈ ചത്ത നായ ഇങ്ങനെ കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, ഇപ്പോ ഞങ്ങൾ ചെന്ന് അവന്റെ തല വെട്ടിക്കളയാവുന്നു. So they told David, Master, we cannot just bear that this man who is like a dead dog would throw stones at you. Let us just go and chop his head off. ദാവീദിന്റെ സ്ഥാനത്ത് ഇന്നത്തെ ഏറ്റവും നല്ലൊരു പെന്തിക്കോസ്കാരനായിരുന്നെങ്കിലും അവൻ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്യണ്ട, അവൻ നിനക്ക് യുക്തമെന്ന് തോന്നുന്ന പോലെ നീ ചെയ്യുക. If some of us Pentecostals were there, those of us living today, we would probably go and say there, don't do because I'm asking you to do it, but if you think it's right to do it, just go ahead and do it. ദാവീദ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, അഭിവേകമൊന്നും കാണിക്കരുത്, നിങ്ങൾ എനിക്ക് ഒതുങ്ങാത്ത കഠിന മനുഷ്യനാണ്, അവന് വെറുതെ വിട്, ഒരിക്കലും അവനെ ഒന്നും ചെയ്യരുത്. And he told the people there, do not do anything to him, you foolish people, leave him alone. എങ്ങനെയാ ദാവീദ് വ്യാഖ്യാനിച്ചത്? You know how David interpreted that? അവൻ എന്നെ കല്ലെടുത്തെറിയുന്നതിൽ നിങ്ങൾക്ക് പ്രയാസം. Why are you so concerned that he is stoning me? ദൈവം അവനെ അനുവദിച്ചു കൊടുത്തിട്ട് അവൻ കല്ലെറിയുന്നു. God has allowed him to cast stones at me, so let him do it. എന്റെ സ്വന്തം മകന് എനിക്കെതിരായിട്ട് ഈ പട ഒരുക്കുമ്പോൾ അതിനേക്കാൾ വലുതാണോ ഇവന്റേത്? When my own son is gathering an army against me, is this much more bigger? എന്നിട്ട് ദാവീദ് ഒരു കാര്യം പറഞ്ഞു. And David also said another thing. എനിക്കൊരു നല്ല കാര്യം വരും. I will have a good time. Praise the Lord. Praise the Lord. എന്റെ ഈ കഷ്ട സങ്കടങ്ങളെല്ലാം കണ്ട് ദൈവം ഇതിന് പകരമായി എനിക്കൊരു നല്ല കാലം വരും. God will see all these difficulties and this hardship of mine, and he will give me a good time. Praise the Lord. Praise the Lord. ഇതുപോലെ തന്നെ യോസേഫ് പറഞ്ഞു. And that is the same way Joseph said. ഞാൻ ഒരല്പം മടങ്ങി വരട്ടെ. Let me come back. വേഗം ഞാൻ പ്രസംഗം നിർത്തുകയും ചെയ്യാം. And I also have to conclude my message ഈ shortly. യോസേഫ് ഈ സഹോദരന്മാരോട് വന്നുടനെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അറിയാമെങ്കിലും അങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സാക്ഷ്യം ഒന്ന് കേൾക്കുന്നു. Though he knew his brethren from this group of people, he still went and asked these brothers, who are you? Let me hear your testimony. നമ്മുടെ ആളുകൾക്ക് പണ്ട് മുതലേ സാക്ഷ്യം പറയാൻ അറിയാമല്ലോ. Our people already know how to testify from olden times. അവർ സാക്ഷ്യം ഇങ്ങനെയാണ് തുടങ്ങിയത്. And this is how they started their testimony. എല്ലാവരും ഒരപ്പന്റെ മക്കൾ. We are all the sons of one father. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സഹോദരന്മാർ. In other words, we are all brethren. We are all brothers. ആ യോസേഫ് അത് കേട്ടു. Joseph heard that. രണ്ടാമത് Secondly, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. one is not there.
ആരോടാ പറയുന്നത്? Who are they telling this to? അവനോട്. To the same man who is not there. ഇല്ലാത്തവനോടാ പറയുന്നത്. The man who was not there, to him they're telling one is not there, അവൻ ഇല്ലെന്ന്. that he's not there. ഞാനാണെങ്കിൽ ഞാൻ ഇല്ലേതാന്ന് ചോദിച്ചു. If I was there, I would say, am I not there? യൗസേപ്പ് അവിടെ ആത്മസംയമനം പാലിച്ചു. But Joseph exercised self-control. താൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. And he decided to take revenge. നമ്മുടെ പ്രതികാരം യൗസേപ്പിന്റെ പ്രതികാരമായിട്ട് ആകാശവും ഭൂമി കൊണ്ട് വ്യത്യാസം. But the revenge that he tried and the revenge that we would do would be so different, like heaven and earth. നമ്മളാണ് പറഞ്ഞാൽ ഇവന് ഇടങ്ങഴിയിൽ പോലും കൊടുക്കരുത്. We would have said, don't even give him a little bit of rice or grain. യൗസേപ്പ് പറഞ്ഞു ചാക്ക് നിറച്ച് കുത്തിക്കെട്ടി കൊടുത്തേക്കുന്നു. But Joseph said, give them sack full of grains that they want. അതിന്റെ വിലയും കൂടെ കുത്തിക്കെട്ടി കൊടുത്തു. And he said, in addition, put the price of it also inside. അങ്ങനെ ചില പോക്കുവരവുകളൊക്കെ നടന്നു. There were some times that they had gone and come by. അത് കഴിഞ്ഞ് ഒരു ദിവസം വന്നപ്പോൾ അത് ഊണ് കൊടുക്കാൻ തീരുമാനിച്ചു. They went several times, and one day he decided to feed them. അപ്പോ ഇവർ വിചാരിച്ചത് എന്താണെന്നറിയോ? You know what they thought? ഇത്രയും പേരുടെ റേഷൻ വാങ്ങിക്കാൻ വരുന്നതിൽ ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നല്ല അന്തസ്സുള്ള ഒരു വീട്ടിൽ ജനിച്ച ആളുകളാണെന്ന് മനസ്സിലായി. So these brothers thought to themselves, out of all the people that come here to gather the grains, when he saw us brothers, he knew that we are from a reputable family. യൗസേപ്പ് ഈ പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ ഒരു ചൂണ്ടൽ കോർക്കുകയാണ്. Not that, but what he is doing is really, he's casting a hook into the depth of your life. ഊണല്ലേ കഴിഞ്ഞു. After the meal was over, ക്യാമ്പൊക്കെ വിട്ട് after they സന്തോഷമായിട്ട് had burnt, അടുത്തോട്ട് വരാൻ പറഞ്ഞു. he said, let's come inside. അപ്പൊ ഏതാണ്ട് കൂടുതൽ സമ്മാനം വേണ്ടി കൊടുക്കാനാണ് വിചാരിച്ചു തീർച്ചയായും. So then his brethren said, hey, we're going to get something more gifts. Then they asked him, ഇത്രയും ദിവസം എന്നെ കണ്ടിട്ട് എന്നെ മനസ്സിലായി. you saw me all these days and do you recognize me? ഇത് ഓണറബിൾ മിനിസ്റ്റർ ആണെന്ന് അറിയാം. Oh yes, we know who you are. You are the honorable minister of this land. ഇത് മതി. That's good. അത് കൂടുതൽ വല്ലതും മനസ്സിലായി. In addition to that, do you know anything else? ഇത് മനസ്സിലായി. No, I don't know. ഞാൻ യൗസേപ്പ്. I am Joseph. എന്നെ 200 വെള്ളിക്കാശിന് വിറ്റത്. You are the ones that I am the one that you sold for 20 pieces of silver. പക്ഷേ അതിന്റെ മീൻ വിൽക്കുന്ന കച്ചവടക്കാരല്ലേ വാങ്ങുന്നത്, സുഗന്ധവർഗ്ഗങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ കൂട്ടത്തിലാണ്. I mean, it was not fishermen who bought me, but it was those people who were selling fragrances that bought me. അതുകൊണ്ട് പോയതും അവൻ സുഗന്ധവർഗ്ഗം. That's why everywhere he went, he remained as a fragrance. പൊത്തിഫറിന്റെ വീട്ടിലും സുഗന്ധവർഗ്ഗമായി. Even in the house of Potiphar, he was a fragrance. ഫറവോന്റെ അരമനയിലും സുഗന്ധവർഗ്ഗം. Even in the palace of the Pharaoh, he was a fragrance. അവരുടെ ചങ്കിടിച്ചു. And their hearts were broken. അവർ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. They started to cry. ക്ഷമിക്കണം, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. Forgive me, if some of us were there, we would say, പോയതെല്ലാം പോട്ടാ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. everything that has happened, I'm going to forgive you. ഇനി ഇങ്ങനെയുള്ള വഴികേടുകളൊന്നും ഉണ്ടാകില്ല. Never again repeat these things. യൗസേപ്പിന്റെ ഭാഷയെ അതല്ല. But that was not the language that Joseph used. പെന്തക്കോസ്തുകാരെക്കാൾ ഈ യൗസേപ്പ് എത്ര മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നു. I think how much better is he than Pentecostals today. Praise the Lord. Praise the Lord. യൗസേപ്പിന്റെ ഭാഷ ഇങ്ങനെയാണ്. This is the way he spoke. സഹോദരന്മാരെ, Brothers, മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞതിനോ നിങ്ങൾ ഖേദിക്കരുത്. do not be afraid, do not be concerned that you sold me while you were in Egypt. നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. It is not you, but it is God who brought me to this place. നമ്മൾ സംഭവങ്ങളിൽ കൂടെ മനുഷ്യന്റെ കരമല്ല കാണേണ്ടത്, ദൈവത്തിന്റെ കരമാണ് കാണേണ്ടത്. It is through the incidents and through the happenings in your life. It is not man's hand you must see, but God's hand. എന്നിട്ട് യാക്കോബിന്റെ വ്യാഖ്യാനം കൂടെ കേൾക്കും. And do you know the way Joseph interpreted it? നിങ്ങള് നാശമടയാതിരിപ്പാൻ, പട്ടിണി കൊണ്ട് ചാകാതിരിപ്പാൻ ദൈവം സമ്പന്നരിലൂടെ ഉന്നമേ എന്നിവിടെ കയറ്റിയാണ് ചെയ്തത്. What Joseph said was, in order to save you from being perished by the famine that's in the land, God sent me before you to feed you and to take care of you. And in conclusion, ഈ മാതാപിതാക്കന്മാരൊക്കെ മക്കളെ നോക്കിക്കൊണ്ട് ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I have seen parents look at their children and make some comments. പ്രത്യേകിച്ച് പല മക്കളുള്ള മാതാപിതാക്കന്മാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. Especially parents who have many children. എനിക്ക് ആ സൈക്കോളജി അറിയാം. And I know the psychology behind ഈ it. 12 മക്കളെ നോക്കിക്കൊണ്ട് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. And I believe that Jacob must have looked at his 12 sons and said, എന്റെ ഈ മൂത്തമോനുള്ള രൂപൻ അവന് പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിവുള്ളവനാണ്. this older son of mine, Reuben, can live by himself without the help from anybody else. ശിമയോനി
ലേവി, യഹൂദായും ഒക്കെ കഴിവുള്ളവരാണ്. Simeon, Levi, Judah, they're all able people who can live on their own. അവരെന്നെ അന്ത്യകാലത്ത് പോറ്റും. And they are the ones that are going to feed me in my old days. അത് കഴിഞ്ഞിട്ട് യൗസേപ്പിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. And then he must have looked at Joseph and said about him, ദൈവമേ, എന്തേ ഒരുത്തൻ നിൽക്കുന്നു. God, here is one fellow. ഉറക്കെ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കണ്ണുനീര് തൂക്കുന്ന ഒരുത്തൻ. If you just speak loud, he would start crying. ഇവന്റെ നാളെ ഗർഭത്തിൽ കഴിയാത്ത പോയതാണ്. His mother died when he was young. എന്റെ കണ്ണൂർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എങ്ങനെ ജീവിക്കുമോ എന്ന് ദൈവം. After I am gone, how will he survive? ദൈവമേ, ഇവൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കും? My God, how is he going to make it in this world? കളയ്ക്കാനും പണിയാനുള്ള കഴിവില്ല. And he does not even have the ability to go and work for himself, to toil. ഇങ്ങനെ ഈ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞു കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. And I'm just thinking that his father must have told like this about Joseph. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വേറൊരു വശത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. And I'm going to draw your attention to another portion. യൗസേപ്പ് അയച്ചുകൊണ്ട് രഥത്തെ കയറി യാക്കോബും 70 ചില്ലുവാനും പേരും കൂടെ ഗോഷൻ ദേശത്തെത്തി. On the mounting on the chariot, Joseph and 70 of his people went to the land of Goshen. അവിടെ ടാക്സ് ഫ്രീ. And that was a tax-free land. അപ്പച്ചന് കണ്ണൊന്നും കാണത്തില്ല. Jacob is blind, he cannot see. എന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലത്തേക്ക് ചെന്നിരിക്കുന്നു. But he was going into a land where there is no difficulties. രാവിലെ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. In the morning he had his meal and he was sitting down. വലിയപ്പന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. You know how our grandfathers and others after having food would sit down and sit there. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് യാക്കോബ് അപ്പച്ചനോട് ഇങ്ങനെ ഒന്ന് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട്. And I wanted to go and ask this grandfather Jacob, അപ്പച്ചാ, രാവിലെ വല്ലതും കഴിച്ചോ? Father, did you have something to eat this morning? ഞാൻ കേരള ഭാഷയിലെന്ന് പറയാം. I'm going to speak in the language of Kerala. Yes, child, I had some rice. അപ്പച്ചാ ആര് ചാകാതെ കിടന്നുകൊണ്ടാണ് രാവിലെ അപ്പച്ചൻ കഞ്ഞി കുടിച്ചത്? Father, it's because somebody survived that you're having your meal today, and who is that person? അപ്പച്ചന് 10-12 മക്കളുണ്ടല്ലോ, അതിൽ ആരാ രാവിലെ അപ്പച്ചന് കഞ്ഞി കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നത്? You have 12 children, but which one of your sons had given you food to have this morning? രൂപേനും ഒക്കെയാണ്. Was it Reuben? അപ്പച്ചൻ പറയാം, എന്റെ കുഞ്ഞുങ്ങളെ അവന്മാരെന്നെ കണ്ണുനീര് കുടിപ്പിച്ചു. എഴുതലോ എന്നാ ഈ ചെറുക്കൻ ചാകാ കിടന്നുകൊണ്ട് അവന്റെ നാമത്തിലാ രാവിലെ ഞാൻ വല്ലതും കഴിച്ചിരിക്കുന്നത്. And his response would be that those children of mine had made me go in tears, but it was this one son of mine that had not died that was the reason that I can eat today. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയോ മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ കഴിവുള്ള ഒരു പൈതൽ നിമിത്തമല്ല നിങ്ങൾ ഒടുവിൽ സന്തോഷിക്കുവാൻ പോകുന്നത്. ദൈവത്തെ വിളിക്കുന്ന ഒരു പൈതൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവന്റെ കൈറോട്ടിലാണ് നിങ്ങൾ സമാധാനം അനുഭവിക്കുവാൻ പോകുന്നത്. Dear children of God, remember that you will not rejoice because of the children that you're able, but if there is one God-fearing child, it is through him that you will survive in your end days. ലോകം സാമർത്ഥ്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ദൈവം നിഷ്കളങ്കതയ്ക്ക് വിശുദ്ധിക്കാണ് ഏറ്റവും അധികം സ്ഥാനം കൊടുക്കുന്നത്. When the world looks towards ability and talents and gives importance to that, God looks at a person who is having a clean heart and a holy person. ദാവീദ് ഒരുവൻ നിലവിളിച്ചത് ദൈവമേ മിടുക്കന്മാരില്ലാതെ പോകുന്നുവെന്നല്ല, പിന്നെയോ ഭക്തന്മാരില്ലാതെ പോകുന്നുവെന്നാണ്. And even David cried out loud saying, Lord, help, for the godly man ceaseth. ഈ വാക്കുകൾ എനിക്ക് നിങ്ങൾക്കും പ്രബോധനമായിരിക്കും. Let these words be exhortation for you and for me. Let us all pray. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എല്ലാവരും ആശീർവദിക്കട്ടെ. May God and the Holy Spirit bless us and comfort us with the words that we have heard today. Hallelujah. Praise